വീറയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീറേൻ്റെ അകത്ത് ഇനി അടുത്തത് എക്സ്റ്റീരിയർ ലൈറ്റിനെ കുറിച്ചാണ് ഇനി അടുത്തത് എടുക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ ലൈറ്റിൽ ഒരു ലൈറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതായത് ഡേ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൻ്റെ തന്നെ വേറെ വീറേ സൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കാണിക്കും. അപ്പോൾ അതിൽ ഡേ ലൈറ്റിൻ്റെ അകത്തൊരു ഓപ്ഷൻ പറയാനുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വർക്ക് ജസ്റ്റ് ചെയ്തു. എന്നിട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് ഡേ ലൈറ്റ് എടുത്തു, ഇവിടെ എസ് കൊടുക്കുക, ജസ്റ്റ് ഡേ ലൈറ്റ് ഇവിടെ വരച്ചു. എന്നിട്ട് അതിൻ്റെ മോഡിഫൈ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ സൺലൈറ്റിൻ്റെ അകത്ത് വീറേ സൺ എന്നുള്ളത് സെലക്ട് ചെയ്യും. വീറേ സൺ, അതിൻ്റെ എൻവിറോൺമെൻറ്റ് കൊടുക്കുക, എസ് കൊടുക്കുക. സ്കൈലൈറ്റ് എന്നുള്ളത് നോ സ്കൈലൈറ്റ് സെറ്റ് ചെയ്യും. പിന്നെ മാനുവലി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അലൈൻമെൻറ്റ്, അതായത് ലൈറ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെലക്ഷൻ ഫിൽറ്ററിൻ്റെ അകത്ത് എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലൈറ്റ് മാത്രം സെലക്ട് ചെയ്യും. എന്നിട്ട് മാനുവലി കൊടുത്തിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള ലൈറ്റ് ആയിട്ടാണോ വേണ്ടുന്നത് അത് സെറ്റ് ചെയ്തു. അത്രയും സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കണം. മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് റെൻഡർ ചെയ്യാം. സോറി, ഇവിടെ നമ്മളൊരു കാര്യം കൊടുക്കാൻ വിട്ടുപോയി. വീറേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. റെൻഡറിങ്ങിൻ്റെ അകത്ത് റെൻഡർ സെറ്റപ്പ്, ഇവിടെ റെൻഡർ എന്നുള്ള ഓപ്ഷൻ വീറേ ആക്കി കൊടുക്കും. വീറേ 5, വീറേ 5 അപ്ഡേറ്റ് 1.2. ഇനി ഒന്ന് റെൻഡർ ചെയ്യും. നമ്മൾ ക്ലിക്ക് ചെയ്ത വ്യൂ പോർട്ട് മാറിപ്പോയി. ഈ വ്യൂ പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ റെൻഡർ ചെയ്യും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നുമുണ്ട്, അതായത് സൺലൈറ്റ് ഡേ ലൈറ്റ് നമുക്ക് നല്ല ലൈറ്റ് വരുന്നുമുണ്ട്. ഒപ്പം തന്നെ ആ ഷാഡോ നല്ല ഷാർപ്പായിട്ടുള്ള ഷാഡോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഡെയിലി ലൈറ്റിനനുസരിച്ചിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഷാഡോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ആ ഷാഡോനെ നമുക്കിപ്പോൾ മാറ്റി കൊടുക്കണം. അതായത് ഷാഡോ അത്ര ഷാർപ്പല്ലാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഡേ ലൈറ്റിൻ്റെ ഈ ലൈറ്റിൻ്റെ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മോഡിഫൈ വെക്കുക. മോഡിഫൈൻ്റെ അകത്ത് നമുക്കിവിടെ സൺ പാരാമീറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻറ്റൻസിറ്റി മൾട്ടിപ്ലർ എന്ന് പറയുന്നതാണ് വെളിച്ചം വരുന്നത്. അപ്പോൾ വെളിച്ചം എത്ര വേണോ അതിനനുസരിച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചം കുറക്കണമെങ്കിൽ ഇത് കുറച്ച് വെക്കുക. പിന്നെ അതിൻ്റെ താഴെയുള്ള സൈസ് മൾട്ടിപ്ലറിലാണ് നമ്മൾ ശരിക്ക് ഈ ഒരു ഷാഡോൻ്റെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 0 മുതൽ അങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 25 അല്ലെങ്കിൽ ഒരു 30 ഒക്കെ കൊടുക്കുമ്പോൾ ഷാഡോ അത്ര ഷാർപ്പല്ലാത്ത രീതിയിലുണ്ടാവും. അപ്പോൾ ഒരു ബ്ലറായ പോലെ ഉണ്ടാവും, ഒരു ബ്ലറിങ് എഫക്റ്റിലായിരിക്കും അതുണ്ടാവുക, ഷാഡോ ഉണ്ടാവുക. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയാണ് സൈസ് മൾട്ടിപ്ലർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 30 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ റെൻഡർ ചെയ്ത് നോക്കാം. റെൻഡറിങ്ങിൻ്റെ അകത്ത് റെൻഡർ ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷാഡോ വരുന്നുണ്ട്, പക്ഷെ അത്ര ഷാർപ്പല്ല, ഒരു ചെറുതായിട്ടൊന്ന് ബ്ലറായ പോലെയാണ് ഷാഡോ വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, സൈസ് മൾട്ടിപ്ലറിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഷാർപ്നെസ് കുറഞ്ഞു വരും. ഇനി അത് അവിടെ നിന്ന് മാറ്റി 30 മാറ്റിയിട്ട് നമ്മളത് കുറച്ചും കൂടി ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. ലൈറ്റ് സെലക്ട് ചെയ്തു, ഇവിടെ സൈസ് മൾട്ടിപ്ലർ എന്നുള്ളത്
ഞാനിവിടെ ഇപ്പോൾ ഒരു 70 കൊടുത്തു. എന്നിട്ട് ഇവിടെ റെൻഡർ ചെയ്യും. അപ്പോൾ കുറേ കൂടി റെൻഡർ. ഷാഡോ കുറേ കൂടി റെൻഡറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ രീതിയിൽ റെൻഡറായിട്ട് കിട്ടും. അപ്പം അങ്ങനെ ഷാഡോൻ്റെ ഇത് എഫക്ട്സ് നമുക്ക് കൂട്ടും കുറക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈസ് മൾട്ടിപ്ലർ ഉപയോഗിക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു വെളിച്ചത്തിൻ്റെ എഫക്റ്റും കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. വെളിച്ചമുണ്ട്, പക്ഷേ അങ്ങനെ ലൈറ്റ് അടിക്കുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന ആ ഒരു എഫക്റ്റ് വരുന്നില്ല. നേരത്തെ നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ 1 ആണ് ഉള്ളതെങ്കിൽ അതുപ്രകാരം നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ലൈറ്റ് നല്ലോണം ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. പക്ഷെ മറ്റേതിൽ വരുമ്പോൾ ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനൊരു എഫക്റ്റ് ഫീൽ തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടി എന്തുണ്ടാവും, സൈസ് മൾട്ടിപ്ലർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസും കൂടി ഈ ലൈറ്റിങ്ങിന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ ലൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേ ലൈറ്റ് കൊടുക്കുക, എക്സ്റ്റീരിയർ ലൈറ്റ് 1 കൊടുക്കുക. വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ഈ ഡേ ലൈറ്റ് അല്ലാണ്ട് കൊടുക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ ഉള്ളത്, പക്ഷേ ഡേ ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു എഫക്റ്റാണ് നമുക്ക് കൊടുക്കുന്നത്. നമ്മൾ ലൈറ്റ്സ് എടുക്കുക, അതായത് ജോമെട്രിയും ഷേപ്സും കഴിഞ്ഞിട്ട് ലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീറേ എടുക്കുക. വീറേ എടുത്തതിന് ശേഷം അതിൽ വീറേ സണ്ണ് എടുക്കുക. വീറേ സണ്ണ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കും. മുകളിൽ നിന്ന് താഴോട്ട് വരച്ചു കൊടുക്കുക. മറ്റേത് ടോപ്പിലാണ് വരയ്ക്കുന്നത്, ഇത് ഫ്രണ്ടിൽ വരയ്ക്കണം. വീറേ സണ്ണ് സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഷാഡോൻ്റെ എഫക്റ്റ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പോകും. എന്നിട്ട് മോഡിഫൈ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഇൻറ്റൻസിറ്റി മൾട്ടിപ്ലറും സൈസ് മൾട്ടിപ്ലറും ഉണ്ട്. പക്ഷേ നല്ല കറക്റ്റായിട്ടുള്ളൊരു എഫക്റ്റ് കാണിക്കുന്നത് ശരിക്കും ഡേ ലൈറ്റിൻ്റെ അകത്താണ്. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 50 കൊടുത്ത് സെറ്റ് ചെയ്ത് നോക്കാം. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വെളിച്ചമാണ്. വെളിച്ചം കൂട്ടണമെങ്കിൽ കൂട്ടാം. സൈസ് മൾട്ടിപ്ലർ 50 വെക്കുക. വേറൊന്നും നമുക്ക് അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിവിടെ വെറുതെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. നേരത്തെ കൊടുത്ത പോലെ തന്നെ എഫക്റ്റ്, പക്ഷെ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. അതായത് ആ ഒരു എഫക്റ്റ് വരുന്നത്, ലൈറ്റിൻ്റെ എഫക്റ്റ് വരുന്നത് കുറച്ചുകൂടി കുറഞ്ഞിട്ടാണുള്ളത്. ഡേ ലൈറ്റിലാകുമ്പോൾ നല്ലൊരു എഫക്റ്റ് വന്നിരുന്നു. ഇതിനകത്ത് കുറച്ചുകൂടി കുറവാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്തായാലും. ഡേ ലൈറ്റ് എന്ന് പറയുന്ന എഫക്റ്റ് അത് ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ്, എക്സ്റ്റീരിയർ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടും. വീറേ സൺ എന്ന് പറയുമ്പോൾ ആ ഒരു വീറേൻ്റെ ആ ഒരു എഫക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡേ ലൈറ്റ് യൂസ് ചെയ്യാം. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കൈ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊരു ലൈറ്റും കൂടി ഉണ്ട്. അതും വീറേ ലൈറ്റിൻ്റെ അകത്ത് തന്നെ വരുന്ന വേറൊരു ലൈറ്റാണ്. അതാണ് നമുക്ക് ജസ്റ്റ് ലൈറ്റ്സിൻ്റെ അകത്ത് വീറേ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. വീറേ ലൈറ്റ്, ഈ വീറേ ലൈറ്റിൻ്റെ അകത്ത് ടൈപ്പിൽ ഡോം എന്ന് പറയുന്ന ടൈപ്പ്, ഡോം എടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡോം ഷേപ്പ് ആയിരിക്കും അതിനുണ്ടാവുക. ജസ്റ്റ് ടോപ്പിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ മോഡിഫൈ എടുക്കുക. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അത് വെളിച്ചം വരുന്നത് ഇവിടെയാണ്. പിന്നെ യൂണിറ്റിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എല്ലാ ലൈറ്റിലായാലും കളർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കളർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ലൈറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനൊരു കളർ എഫക്റ്റും കൂടി വരണം എന്നുണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. ആ ഒരു കളർ എഫക്റ്റ് യൂസ് ചെയ്യും. അത് നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റീരിയറിനെ ഫൈനൽ റണ്ടറൊക്കെ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ കളർ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് ഇവിടെ ഈ അതിൻ്റെ താഴെയുള്ള ടെക്സ്ചറിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്.
ഈ ടെക്സ്ചറാണ് നമുക്കിവിടെ കൊണ്ടുവരേണ്ടത്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ കോസ്മോസിൻ്റെ അകത്ത് തന്നെ ആ ഒരു HDRI ഫയൽസ് ഉണ്ട്. അത് കോസ്മോസ് എടുത്തു കഴിഞ്ഞാൽ HDRIs എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ HDRI എന്നുള്ളത് ഓൺ ചെയ്യാം. അപ്പോൾ അതിനകത്ത് 3 എഫക്റ്റ് ഉണ്ട്. ഡേ ഉണ്ട്, ഈവനിങ് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. ഞാനിപ്പോൾ ഡേ സെലക്ട് ചെയ്തു. ഡേ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലുള്ള ഏത് ഡേ ആണോ നമുക്ക് വേണ്ടുന്നത് അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാത്തതാണ്. അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽസാണ്. അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്ത് ചെയ്യാം, ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഡോം ലൈറ്റിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവിടേക്കാണ് വരിക. അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സ്കൈ കൊണ്ടുവരണം. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി റണ്ടറിങ് എന്ന് പറയുന്ന മെനു ബാറിൻ്റെ അകത്ത് എൻവിറോൺമെൻറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു എഫക്റ്റിന്, അതായത് ഈ ഒരു ടെക്സ്ചറിന്, ഇതൊരു ടെക്സ്ചർ പോലെയുള്ള സംഭവമാണ്, മെറ്റീരിയൽ പോലെയാണ്. അതായത് സ്കൈൻ്റെ ഓരോ മെറ്റീരിയൽസ് ആണ്. നമുക്കിപ്പോൾ ഓൾറെഡി സ്കൈ ഉണ്ട്. അത് ഡേ ലൈറ്റ് കൊടുക്കുമ്പോൾ വരുന്ന സ്കൈ ആണ്, വീറേൻ്റെ സ്കൈ ആണ്. പക്ഷെ അതല്ലാണ്ട് ഒറിജിനൽ ആയിട്ടുള്ള സ്കൈൻ്റെ എഫക്റ്റ്, അല്ലെങ്കിൽ കുറച്ച് ട്രീസും സ്കൈയും കൂടിയിട്ടുള്ള എഫക്റ്റ്, അതൊക്കെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ HDRI ഫയൽസ് ആണ് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ HDRI ഫയൽസ് പുറമേ നിന്ന് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഫയൽസ് ഉണ്ട്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഓൾറെഡി ഈ VRAY 5ഉം 6ലും ഒക്കെ കോസ്മോസിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി സ്കൈ ഉണ്ട്. അപ്പോൾ പിന്നെ അതന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ ഈ ഈ ഒരു സ്കൈനെ നമ്മളിപ്പോൾ ഒരു സ്കൈനെയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ സ്കൈനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ടെക്സ്ചറിൻ്റെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് വിടുക, മൗസിൻ്റെ ക്ലിക്ക് വിടുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ചോദിക്കുക, ഇൻസ്റ്റൻസും ഉണ്ട്, കോപ്പിയും ഉണ്ട്. ഇൻസ്റ്റൻസ് കൊടുക്കുന്നതാണ് ബെറ്റർ. ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. സ്കൈ ഇവിടെ പുറമെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാപ്പിംഗ് ചെയ്യണമെങ്കിൽ, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ എഡിറ്ററിൻ്റെ അകത്തേക്കും ഇത് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, മാപ്പിംഗ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ മാപ്പിംഗ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു നോക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക, റണ്ടറിങ്ങിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് റണ്ടർ കൊടുത്തു. റണ്ടർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സ്കൈൻ്റെ ഒരു എഫക്റ്റോട് കൂടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ലൈറ്റ് ഉണ്ട്. അത് VRAY സണ്ണും ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഡോം ലൈറ്റും ഉണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് VRAY സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ പോയിട്ട് അതിൻ്റെ VRAY സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വെക്കുകയാണ്. 0.01 ആക്കി കൊടുത്തു, കുറച്ച് വെച്ചു. എന്നിട്ട് ഡോം ലൈറ്റിൻ്റെ മൾട്ടിപ്ലെയർ, അതായത് അതും ഇൻറ്റൻസിറ്റിയാണ്, അതൊരു 2 വെച്ചു. 2ഓ അല്ലെങ്കിൽ 3ഓ വെക്കാം, വെച്ച് നോക്കുക. എന്നിട്ട് പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ റെൻഡർ ചെയ്ത് നോക്കി നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ വന്നിട്ട് അപ്പോൾ നമ്മളെപ്പോഴും ഈ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല മെറ്റീരിയൽ, ഒറിജിനൽ മെറ്റീരിയൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം, എന്നാലേ ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകുന്നതിന് പകരം 3ds Maxൻ്റെ അകത്തും സ്കെച്ചപ്പിൻ്റെ അകത്തും ഇതുണ്ട്, ഓൾറെഡി ഉണ്ട്.
ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഇത് കാണാം. 3ds Max 5-ലൊക്കെയാണ് ഇപ്പം വന്നിട്ടുള്ളത്. പഴയ വേർഷനിലൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എഫക്ട്സ് ഒക്കെ എങ്ങനെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പോഷർ കൊണ്ടുവരാം, ഹ്യൂ സാറ്റുറേഷൻ വേണമെങ്കിൽ കൊണ്ടുവരാം. അതേപോലെ തന്നെ ഫിലിമിക് ടോൺ മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്, അത് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കേവ്സ് ഉണ്ട്. കേവ്സ് ഒന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യല്ല, എക്സ്പോഷറാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വൈറ്റ് ബാലൻസ് ഉണ്ട്. ഓരോ ടൈമിലുള്ള ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അത് നമുക്കിനി ഇതിൻ്റെ അത് വീറെ ക്യാമറയൊക്കെ എടുക്കാനുണ്ട്, അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വൈറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ടൈപ്പ് ലൈറ്റിംഗ് ആണ് വരിക. അതായത് ഒന്ന് ബ്ലൂ കളറും മറ്റേത് യെല്ലോ കളറും, രണ്ട് കളറിങ് എഫക്റ്റ് ആണ് വരും. അതായത് ഒന്ന് മോർണിംഗ് എഫക്റ്റും ആയിരിക്കും, മറ്റേത് ഈവനിങ് എഫക്റ്റും ആണ്. അപ്പോൾ അതും സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ബാലൻസ് ആഡ് ചെയ്തു, അതേപോലെ തന്നെ എക്സ്പോഷറും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എക്സ്പോഷറിൽ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ്പോഷർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ ഇത് കണ്ടോ, വെളിച്ചം കൂടി വരും. കുറക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. പിന്നെ വൈറ്റ് ബാലൻസിൽ വരുമ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ചസ് കാണും. ഇത് കണ്ടോ, ബ്ലൂ കളർ, അതിങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ ഇതിങ്ങനെ യെല്ലോ കളറായിട്ട് വരും. ഞാനിപ്പോൾ ഏകദേശം ഒരു ബ്ലൂ കളറിൻ്റെ എഫക്റ്റിൽ തന്നെ വെക്കാം. ഇത് ഡിസ്പ്ലേ കറക്ഷൻസ് ആണ്. അതായത് നമുക്ക് ഓരോ എഫക്റ്റ് കൊടുക്കുന്നതാണ്. ഗാമയുടെ എഫക്റ്റ്, sRGBന്റെ എഫക്റ്റ്. ഗാമ എന്ന് പറയുന്നത് ലൈറ്റ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രൈറ്റ്നസ് കൂട്ടുന്ന ഒരു എഫക്റ്റാണ് ഗാമ എന്ന് പറയുന്നത്. അതൊക്കെ റെൻഡർ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാനാണ്. അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലൈറ്റിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഷാഡോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ലൈറ്റും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി കറക്റ്റായിട്ടുള്ള മെറ്റീരിയലൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽസ് ഇവിടെയുള്ള മെറ്റീരിയൽ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മെറ്റീരിയൽ ലൈബ്രറി എടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മെറ്റൽ എടുത്തിട്ട് ഗോൾഡിന്റെ ഈ ഒരു മെറ്റീരിയൽ കൊടുക്കണം. പ്ലേറ്റ് സെലക്ട് ചെയ്തു. ഫ്ലോറിനെ സെലക്ട് ചെയ്തിട്ട് ഫ്ലോറിങ്ങിന്റെ ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഒന്ന് റെൻഡറിങ് ചെയ്തു. റെൻഡർ ഇനി ഈ ഫ്ലോറ് നമുക്ക് കുറച്ചുകൂടി വലുതാക്കി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ വലുപ്പം കൂട്ടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റിന് പകരം വീറേ പ്ലെയിൻ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ വീറേ പ്ലെയിൻ ഉപയോഗിക്കാം. വീറേൻ്റെ അകത്ത് വന്നിട്ട് വീറേ പ്ലെയിൻ എടുത്തു, ജസ്റ്റ് ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ ഞാനിവിടെ മെറ്റീരിയൽ എഡിറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ നിന്നുള്ള വീറേ മെറ്റീരിയൽ ലൈബ്രറിയിൽ നിന്നാണ് ഡയറക്റ്റ് കൊടുത്തത്. അപ്ലൈ ടു സെലക്ട്. എന്നിട്ട് ഇവിടെ നിന്ന് റെൻഡർ ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി വരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റീരിയർ വ്യൂസ് റെൻഡർ ചെയ്തെടുക്കാം. എക്സ്റ്റീരിയർ വ്യൂസ് ഇതേപോലെ ഔട്ട്പുട്ട് റെൻഡർ ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് ഷാഡോസ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടുന്നത് അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മറ്റേ ഇതിൻ്റെ ഓപ്ഷൻ പറഞ്ഞത്. സെറ്റിങ്സ്, അതായത് ഡേ ലൈറ്റിൻ്റെ അകത്തുള്ള ആ സെറ്റിങ്സ് പറഞ്ഞത്. ഇൻറ്റൻസിറ്റി മൾട്ടിപ്ലറും
അതുപോലെ അതിൻ്റെ ഷാഡോൻ്റെ എഫക്റ്റ് സെറ്റ് ചെയ്യുന്നത് ഓപ്ഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഷാഡോ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തു പോകും. അതുപോലെ ലൈറ്റ് വരുന്ന ഡയറക്ഷൻ മാറ്റുന്നതിനനുസരിച്ചിട്ടും അത് ചേഞ്ചസ് ഉണ്ടാവും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് കൊണ്ടുവരണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോം ലൈറ്റ് കൂടി കൊടുക്കുന്നത്. ഡോം ലൈറ്റും കൊടുത്തു, പിന്നെ ആ ഒരു ഒറിജിനൽ മെറ്റീരിയലും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഒറിജിനൽ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും, ഒബ്ജക്റ്റിന് കിട്ടും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ്റ്റീരിയർ റെൻഡർ ചെയ്ത്. ഇനി ഇതല്ലാണ്ട് നമുക്ക് HDRI ഫയൽസ്, വേറെയും HDRI ഫയൽസ് കിട്ടും. അത് നമ്മൾ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സൈറ്റുകളുണ്ട്. അത്തരം ടൈപ്പിലുള്ള സൈറ്റുകളിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. HDRI ഫയൽ മാത്രമല്ല, മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ബ്ലോക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കുക. പിന്നെ ഇനി അടുത്തത് നമുക്ക് ഇവിടെ വേറെ HDRI ഫയൽസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അതെങ്ങനെയാണ് മാപ്പിംഗ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഈ കോസ്മോസിൽ വന്നിട്ടുള്ള ഇതാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വേറെ സെപ്പറേറ്റ് പുറമേ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള HDRIs നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ ഡോം ലൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ഡോം ലൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മോഡിഫൈ എടുക്കാം. ഇവിടെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, അതായത് ടെക്സ്ചറിൻ്റെ അകത്ത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ജനറലിൽ ബിറ്റ് മാപ്പ് എടുക്കുക. ജനറലിൻ്റെ അകത്ത് ബിറ്റ് മാപ്പ് എടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആയി വന്നു. ഇവിടെ അപ്പോൾ HDRI എന്നുള്ള മെറ്റീരിയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഓരോ ടൈപ്പ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യും. ഇവിടെ കണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ ട്രീസോട് കൂടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, സ്കൈ ഉണ്ട്, ട്രീസും ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഒറിജിനൽ ഫയൽ HDRI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒറിജിനൽ ഫയൽ സെലക്ട് ചെയ്താലേ നല്ല ഒറിജിനലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഫയലുണ്ട്. ഈ ഫയലിൽ നമുക്ക് ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എഫക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഷാർപ്പായിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് വേണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഈ ഫയൽ ഞാൻ സെലക്ട് ചെയ്യും, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടേക്ക് അത് വന്നു. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി റെൻഡറിങ്ങിൽ എൻവിറോൺമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എൻവിറോൺമെൻറ്റ്, അതിനുശേഷം ഈ മെറ്റീരിയലിന്, അതായത് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ടെക്സ്ചറിനെ സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ സെലക്ഷൻ ക്ലിക്ക് വിടുക. മൗസിൻ്റെ ക്ലിക്ക് ഇവിടെ വിടുമ്പോൾ ഇവിടേക്ക് കോപ്പി ആവും. ഇൻസ്റ്റൻസ് കോപ്പി കൊടുക്കും. അതായത് ഈ ഇൻസ്റ്റൻസ് കോപ്പി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അതിലും കൂടി ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ടെക്സ്റ്റേഴ്സ്, അതായത് HDRI ഫയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ട്രീസ് എല്ലാം നമുക്കൊരു ഹൈറ്റ് ലെവൽ ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വെച്ച ആ ഒരു പൊസിഷനും ട്രീസിൻ്റെ പൊസിഷനും ചിലപ്പോൾ കുറച്ചുകൂടി ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. ട്രീസൊക്കെ നല്ല ഹൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് കോപ്പി ചെയ്തിടുക. കോപ്പി ചെയ്തിട്ടതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് താഴെ ടൈലിംഗ് എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. ഈ ടൈലിങ്ങിൽ നിങ്ങൾ അതിൻ്റെ ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് 1 എന്നുള്ളത് ഇപ്പോൾ 3 ഒക്കെ ആക്കുമ്പോൾ കുറച്ചുകൂടി ചേഞ്ച് ആയിട്ട് വരും. അതായത് U ഉണ്ടാവും, V ഉണ്ടാവും, രണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണ്ടോ, കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്നിട്ടുണ്ട്. 3.5. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതാണ്, ഇങ്ങനെ കിട്ടി. അപ്പോൾ രണ്ടും ഒരേപോലെ ഞാൻ 3.5 ഒന്ന് സെറ്റ് ചെയ്യും. പാൻ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു പൊസിഷൻ ലെവലിൽ സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള HDRI ഫയൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, റെൻഡറിങ് ചെയ്യും. റെൻഡറിങ് ചെയ്യുമ്പോൾ ആ HDRI ഫയലിൽ ലൈറ്റ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഡോം ലൈറ്റിൻ്റെ മൾട്ടിപ്ലയർ എന്നുള്ളത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. ഞാനൊരു 30 അല്ലെങ്കിൽ 50 60 വരെയൊക്കെ കൊടുക്കാം. നമ്മൾ ആവശ്യം നോക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 60 ഒക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീറേ പ്ലെയിൻ്റെ ആവശ്യം അവിടെ ഇല്ല ശരിക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത് ഒഴിവാക്കി കൊടുക്കാം. ഇനി ഒന്ന് വെറുതെ ഒന്ന് രണ്ടോ ചെയ്ത് നമുക്ക് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച പോലെ. പക്ഷെ അത്ര മാച്ച് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രീ ഇതായതുകൊണ്ടാണ്. നമുക്ക് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ മാച്ച് ചെയ്യുള്ളൂ. ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു എൻവിറോൺമെന്റ്, അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് മാച്ച് ആവുള്ളൂ. ഈ ഇങ്ങനെയുള്ള ട്രീസ് ഒക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള HDRI ഫയൽസ് ഒക്കെ മാച്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ നല്ലത് ബിൽഡിങ്സ് ആണ്. നമുക്കിപ്പോൾ ബിൽഡിങ്സ് കൊണ്ടുവരുന്ന സമയത്ത് വേണമെങ്കിൽ ഇതുപോലെയുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റീരിയറിന്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് പറയാം. ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു വർക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു വർക്ക് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല. മെറ്റീരിയലൊക്കെ കൊടുക്കാനുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. ഇതിനെ നമുക്ക് ക്യാമറ കൊടുക്കണം. ക്യാമറ കൊടുത്തിട്ടൊന്ന് സെറ്റ് ആക്കണം. ഞാനിപ്പോൾ ആ സൈറ്റിനനുസരിച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് ഗ്രാസിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലെയിൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാം, ഒരു ക്യാമറ കൊടുത്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് പറയാം. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ ക്യാമറക്ക് വേണ്ടി ക്രിയേറ്റിൻ്റെ അകത്ത് ഇവിടെ ലൈറ്റിൻ്റെ തൊട്ടിപ്പുറമായിട്ട് കാണാം ക്യാമറ. ക്യാമറ പല ടൈപ്പ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ക്യാമറയുണ്ട്, വീറേ ക്യാമറയുണ്ട്. അർണോൾഡ് നമ്മൾ നോക്കണ്ട, അത് വേറെയുള്ള ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡും വീറേയും മാത്രം നോക്കിയിട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്യാമറ എന്ന് പറയുന്നത് 3ds Maxന്റെ അകത്ത് തന്നെയുള്ള ക്യാമറാസ് ആണ് സ്റ്റാൻഡേർഡ് ക്യാമറാസ്. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വീറേൻ്റെ അകത്ത് റെൻഡർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് വീറേൻ്റെ അകത്ത് തന്നെ സെപ്പറേറ്റ് 2 ക്യാമറ വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ ക്യാമറയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ക്യാമറ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അതിൽ 3 ടൈപ്പ് തന്നിട്ടുണ്ട്: ഫിസിക്കൽ, ടാർഗറ്റ്, ഫ്രീ. ഈ ഫിസിക്കലും ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും ടാർഗറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അത് ടോപ്പിലാണ് നമ്മൾ വരക്കുന്ന സമയത്ത് ടോപ്പിലാണ് വരക്കുക. എന്നിട്ട് ഫ്രണ്ടിന്നും ലെഫ്റ്റിന്നും നമുക്ക് അതിൻ്റെ ഹൈറ്റ് ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ആനിമേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ബിൽഡിങ് റൗണ്ട് ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ടാർഗറ്റ് ക്യാമറയാണ് കൂടുതൽ നല്ലത്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ക്യാമറ പോകുന്ന ആനിമേഷനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് ഫ്രീ ക്യാമറയാണ്. ഫ്രീ ക്യാമറ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് മാത്രമേ കിട്ടുള്ളൂ. വളച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ടാർഗറ്റിൽ അങ്ങനെയല്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും കിട്ടും, അതുപോലെ തന്നെ റൊട്ടേറ്റ് ആയിട്ടുള്ളതും കിട്ടും. നമുക്ക് രണ്ട് ജസ്റ്റ് നോക്കാം. ഫിസിക്കൽ എന്ന് പറയുന്നത് ഏകദേശം ടാർഗറ്റ് പോലെ തന്നെയുള്ള സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ടാർഗറ്റാണ് ആദ്യം വരക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ ക്യാമറ വരച്ചു. എന്നിട്ട് ഇവിടെ ക്യാമറ വരച്ചതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ഷൻ ഫിൽറ്ററിൽ വെക്കുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ 2 പൊസിഷൻ ഉണ്ട്. ക്യാമറൻ്റെ പൊസിഷനും ഉണ്ട്, ലെൻസിൻ്റെ പൊസിഷൻ വേറെയുണ്ട്. 2 പോയിന്റ് ഉണ്ട് അവിടെ. അപ്പോൾ അത് രണ്ടും സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്യാമറ എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ രണ്ടും സെലക്ട് ചെയ്യും. സെലക്ട് ആയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഹൈറ്റ് ലെവൽ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഏതാണോ ഹൈറ്റ് കൂടുന്നത് അതിൻ്റെ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം നോർമലായിട്ട് നമ്മളൊരു പെർസ്പെക്റ്റീവ് വ്യൂ ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ഒരു മിനിമം 150 ഹൈറ്റ് ആണ് സാധാരണ സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക, 150 ഹൈറ്റ് ലെവൽ എന്നുള്ള രീതിയിൽ.
അപ്പോൾ അത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 150 വേണ്ട എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 150 എന്ന് കൊടുത്തപ്പോൾ 150 ഹൈറ്റ് കറക്റ്റായിട്ട് വന്നു. ഞാൻ സെഡ് ആക്സിസിൽ ഇപ്പോൾ മാറ്റി കൊടുത്തതാണ്, കറക്റ്റായിട്ട് അവിടെ വന്നു. ഇനി ആ ക്യാമറയിലൂടെയുള്ള വ്യൂ നമുക്ക് ഇതിൽ കാണണമെങ്കിൽ പേഴ്സ്പെക്റ്റീവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സി പ്രസ് ചെയ്യുക. സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാമറയിലൂടെയുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ കൊടുത്തപ്പോൾ എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. ക്യാമറ വരച്ചത് പൊസിഷൻ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വരച്ച ഇതിൽ തന്നെയുള്ളത്. ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഹൈറ്റ് കൊടുക്കാം. ഈ ഒരു ഹൈറ്റ് ലെവൽ, അതായത് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് ലെവലിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ക്യാമറനെ നമുക്ക് പൊസിഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ലെൻസിൻ്റെ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത്. എന്നിട്ട് ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ എടുക്കുക. മോഡിഫൈ എടുക്കുമ്പോൾ അതിൽ സെറ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി ലെൻസിൻ്റെ ഇത് സെറ്റിങ്സ് മാത്രമാണ്. ലെൻസിൻ്റെ ഓരോ സൈസാണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 15 mm എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരെയായിരിക്കും ഉണ്ടാവുക, 20 mm ഇത്രയായിരിക്കും, 200 mm ഇത്രയും അടുത്തായിരിക്കും. അപ്പോൾ ഏത് ഇതിലുള്ള സൈസിലുള്ള സംഭവമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ആവശ്യം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ റെൻഡറിങ് ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൽ എത്ര ഏരിയ റെൻഡറായിട്ട് വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ റെൻഡർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ ഇത്രയും ചെറിയൊരു ഏരിയ ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്യാമറേനെയും അതേപോലെ തന്നെ ഓബ്ജക്റ്റിനെയൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ വ്യൂവിൻ്റെ അകത്ത് ഷിഫ്റ്റും എഫും പ്രസ് ചെയ്യാം. ഷിഫ്റ്റും എഫും. അപ്പോൾ ഒരു റെക്ടാങ്കിൾ പോലെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്കിതിങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ ആയിരിക്കും ഈ ഒരു വ്യൂവിൻ്റെ അകത്ത് റെൻഡറായിട്ട് വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സൂമിങ് അഡ്ജസ്റ്റ് ചെയ്യാം, ലെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലെൻസ് ഇപ്പോൾ ഇത്രയും അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക. ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷിഫ്റ്റും എഫും, റെൻഡറിങ് ഏരിയ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ അത് ക്യാമറ കൊടുത്തിട്ടുള്ള പെർസ്പെക്റ്റീവ് വ്യൂവിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് എഫ് പ്രസ് ചെയ്താൽ കറക്റ്റായിട്ട് അത് കാണിക്കും. ഈ രീതിയിലാണ് അതുണ്ടാവും. അപ്പോൾ ഇപ്പം കൊടുത്തിട്ടുള്ള ലൈറ്റ്സ് വെച്ചിട്ട് നമുക്ക് വെറുതെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഡേ ലൈറ്റ് കൊടുത്തു നോക്കാം. മോഡിഫൈയിൽ പോയി മറ്റിവിടെ വീറേ സണ്ണ്, ഇതിൻ്റെ അകത്ത് നോ സ്കൈലൈറ്റ്, മാനുവല് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഹൈറ്റ് ലെവല് സൈസ് മൾട്ടിപ്ലർ ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു 70. ഇത് ഞാൻ കുറച്ചൊന്ന് കുറച്ച് വെച്ചു, 0.03 കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നത് ലൈറ്റ്സിൻ്റെ അകത്ത് വന്നിട്ട് വീറേ ലൈറ്റിൻ്റെ അകത്ത് ഡോം ലൈറ്റ് കൊടുക്കും. ഡോം ലൈറ്റ് ഇവിടെ അപ്ലൈ ചെയ്തു. അതിനുശേഷം അതിൻ്റെ മോഡിഫൈ എടുക്കുക. മോഡിഫൈ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോസ്മോസിൻ്റെ അകത്ത് പോയിട്ട് ഡേലൈറ്റ്, ഏത് ഡേലൈറ്റ് ആണ് നമുക്കിപ്പോൾ കൊണ്ടുവരേണ്ടത് അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. നേരത്തെ എടുത്ത അത് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. ഇവിടെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. ഇനി എൻവിറോൺമെൻറ്റ് എടുക്കുക. റെൻഡറിങ്ങിൻ്റെ അകത്ത് എൻവിറോൺമെൻറ്റ് എടുക്കുക. ഇതിലേക്ക് ഇത് ഡ്രാഗ് ചെയ്തിടുക. ഇൻസ്റ്റൻസ് കോപ്പി കൊടുക്കുക. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അതായിട്ടുണ്ട്. ഇനി വെറുതെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കും. റെൻഡറിങ്ങിൻ്റെ അകത്ത് റെൻഡർ സെറ്റപ്പും നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല, അതൊക്കെ പിന്നെ പറഞ്ഞുതരും. അടുത്ത ക്ലാസ്സിൽ റെൻഡർ സെറ്റപ്പൊക്കെ പറഞ്ഞുതരും.
ഇങ്ങനെ വന്നിട്ടുണ്ട്. ലൈറ്റ്സ് കുറച്ചും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോം ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ലൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സെറ്റ് എന്നിട്ട് റെൻഡർ ചെയ്തു. വെളിച്ചം കൂടുതലാണെങ്കിൽ കുറച്ച് 3 വെക്കും, റെൻഡർ ചെയ്യും. ഈ രീതിയിൽ നമുക്ക് റെൻഡർ ആവുന്ന കാണാം. ഇതിലിപ്പോൾ മെറ്റീരിയലൊക്കെ കൊടുക്കണം, എന്നാലേ ഒരു ഒറിജിനാലിറ്റി വരുള്ളൂ. ഇപ്പോൾ മെറ്റീരിയലൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നില്ല. ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഡേ ലൈറ്റും അതേപോലെ ഡോം ലൈറ്റ്, വീറ ലൈറ്റിൻ്റെ അകത്തുള്ള ഡോം ലൈറ്റ് എന്നുള്ള ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡേ ലൈറ്റ് ഉപയോഗിച്ചിട്ട് വെളിച്ചവും ഷാഡോസും സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇതിലിപ്പം ഷാഡോൻ്റെ ഇത് അളവ് ഞാൻ 70 കൊടുത്തുകൊണ്ടാണ്. ഇനി മാറ്റി നമുക്ക് 70 വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് വെക്കാം. അത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വേറൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ ലൈറ്റിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇവിടെ 70 വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിന് പകരം ഞാനിവിടെ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഷേഡോ കുറച്ചും കൂടി മാറിയിട്ട് വരും. ഇനി ഡേ ലൈറ്റ് കൊടുക്കണം നിർബന്ധമില്ല. ഇപ്പൊ നമുക്ക് ഷാഡോന്റെ എഫക്റ്റ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേ ലൈറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഡോം ലൈറ്റ് മാത്രം കൊടുത്താലും നമുക്ക് ആ ഒരു എക്സ്റ്റീരിയറിന്റെ ആ ഒരു എഫക്റ്റിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പോഷറൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വൈറ്റ് ബാലൻസിൻ്റെ ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ കളറ് ചേഞ്ച് ആയിട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ബ്ലൂ കളറായിട്ട് വരും. അപ്പോൾ അതൊരു മിഡിൽ ആയിട്ട് വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം. എക്സ്പോഷർ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ഫിലിമിക് ടോൺ മാപ്പ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എഫക്റ്റ് കുറച്ചും കൂടി നല്ല ഒരു എഫക്റ്റ് വരും. അപ്പോൾ അതിൻ്റെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഫൈനൽ റെൻഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഇതിലിപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അത് ഫൈനൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണിച്ചു തരാം.